किसी दिल वाली ने, किसी मत वाली ने हमें खत लिखा है, ये हमसे पूछा है। किसी की सांसों ने, किसी की धड़कन ने, किसी की चूड़ी ने, किसी के कंगन ने, किसी के गजरे ने, किसी के गजरे ने, महकती सुबहों ने, मचलती शामों ने, अकेली रातों ने, अधूरी बातों ने, तरसती बाहों ने, और पूछा है तरसी निगाहों ने कि घर कब आओगे, कि घर कब आओगे, कि तुम बिन आओगे, कि तुम बिन ये दिल सुना सुना है। सुबह से आते हैं, हमें तड़पाते हैं, तू चिट्ठी आती है तो पूछे जाती है, कब आओगी, कि घर कब आओगी, लिखो कब आओगी, कि तुम बिन ये घर सुना सुना है। गुजरने वाली हवा बता, मेरा इतना काम करेगी क्या, मेरे गाँव जा, मेरे दोस्तों को सलाम दे। मेरे गाँव में है जो वो गली, जहाँ रहती है मेरी दिलरुबा, उसे मेरे प्यार का जाम दे, उसे मेरे प्यार का जाम दे। वही थोड़ी दूर है घर मेरा, मेरे घर में है मेरी बूढ़ी माँ। मेरी माँ के पैरों के छू के तू उसे उसके बेटे का नाम दे। गुजरने वाली हवा जरा, मेरे दोस्तों मेरे दिलरुबा, मेरी माँ को मेरा पयाम दे, उन्हें जाके तू ये पयाम दे। मैं वापस आऊंगा, मैं वापस आऊंगा, फिर अपने गाँव में उसी की छाँव में। कि माँ के आंचल से, गाँव के पीपल से, किसी के काजल से, किया जो वादा था वो निभाऊंगा। मैं एक दिन आऊंगा, 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 मैं एक दिन आऊंगा। അക്ബറെ ശ്രീഷേ അടിപൊളിയായിരുന്നു. 20 വർഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്ത 2 പട്ടാളക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സിനിമ പോലെ നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ റിയൽ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ അവർ പറയുമെങ്കിലും ഒരു തവണ കേട്ട് രണ്ടാമത്തെ തവണ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ബെഡായി ആയിട്ടോ ഒരു തള്ളൊക്കെ ആയിട്ടോ ഒരു പക്ഷേ കുറേ അധികം നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥകൾ. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇത്രയും അടുത്തിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും, പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ.
അതായത് ഈ പാട്ടിൻ്റെ നല്ലൊരു മൂഡ് കളയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എൻ്റെ ഒരു അനുഭവമാണത്. സത്യത്തിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കാൻ കാരണം ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ കുട്ടിയും എൻ്റെ വൈഫിൻ്റെയും പ്രാർത്ഥനയായിരിക്കും. 2001 ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഒരു എമർജൻസി, അതായത് യുദ്ധം. അന്ന് എൻ്റെ വൈഫിന് 8 മാസം പ്രഗ്നൻസിയാണ്. അപ്പോൾ എല്ലാം സജ്ജമായി കഴിഞ്ഞപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ കഴുത്തിൽ ഒരു അലുമിനിയത്തിൻ്റെ തകിട് കിട്ടും. അതിൽ നമ്മളുടെ റെജിമെൻ്റൽ നമ്പർ പ്ലസ് പേര്, അതായത് എൻ്റെ റെജിമെൻ്റൽ നമ്പർ പ്ലസ് പോളി എമ്മോ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കെട്ടും. ഇത് എന്തിനാ കെട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിലുള്ള യുദ്ധ, ഇപ്പം നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ്റെ പോസ്റ്റും കാണാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡെഡ് ബോഡി തന്നെ ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്. അപ്പം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ അലുമിനിയത്തിൻ്റെ തകിട് കഴുത്തിലും അതേപോലെ കയ്യിലും കെട്ടിയത്. അപ്പം അത് കെട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എനിക്ക് പിറക്കാൻ പോകുന്ന ആദ്യത്തെ എൻ്റെ മോളുടെയും എൻ്റെ വൈഫിൻ്റെയും ഓർമ്മയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു. വൈഫ് വേണോ കൊച്ചു വേണോ അതെൻ്റെ രാജ്യം വേണോ എന്ന്. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ജോലി വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കൂടി ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഇവിടെ താമസിക്കുമ്പോൾ അവരോട് ചെയ്യുന്ന ഒരു ചതിയായി മാറില്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് ആ ഒരു സിറ്റുവേഷൻ അവിടെ കട്ട് ചെയ്തു. പട്ടാളക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഫോഴ്സൊക്കെ നാളെ പട്ടാളത്തിൽ പോകണം മക്കളെ. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ വില എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഇപ്പം എങ്ങനെയാണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് 2 പേർക്കും അല്ലെങ്കിൽ നമ്മുടെ ജവാന്മാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് നീട്ടിയൊരു സല്യൂട്ട് തരാനേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഹ്യൂജ് റെസ്പെക്റ്റാണ് നിങ്ങൾ ഓരോരുത്തരോടും. കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും അതിന് പിന്നിലെടുക്കുന്ന എഫേർട്ട് അത്രയും വലുതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളെ കുറച്ച് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുന്നത്, എല്ലാ സഹപ്രവർത്തകരോടും നമ്മളുടെ അന്വേഷണവും സ്നേഹവും അറിയിക്കുക. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരു സല്യൂട്ട് തരാം. ഞങ്ങൾ നിങ്ങൾക്കാണ് സല്യൂട്ട് തരേണ്ടത്. അല്ല, ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിന് ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്നോ. നമ്മളാണ് നന്ദി പറയേണ്ടത്. കാര്യം നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും പല ആപത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ സരിഗമപ ഫാമിലിയുടെ വക ഹ്യൂജ് സല്യൂട്ട്. ഇത്രയും നേരം നമ്മളോട് ഇങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് ഒരുപാട് മെമ്മറീസ് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ സരിഗമപ ഫാമിലിയുടെ ഒരു ടോക്കൺ ഓഫ് ലവ് നിങ്ങൾക്ക് തരണം. ജഡ്ജസ് പ്ലീസ്. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കലങ്ങിടുമീ കണ്ണിൽ പുലരിടി വന്നിടുമോ, ഏഴകളി മണ്ണിൽ പാദം വച്ചിടുമോ, എൻ മനസ്സിൽ ചൂഴും ഇരുളെ മാറ്റും ദുരിതം നീക്കും വിധിയെ തീർക്കും തീയെ നീയല്ലോ. मैं वापस आऊंगा, मैं वापस आऊंगा फिर अपने गाँव में. രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അക്ബർ ഖാൻ? ആദ്യമായിട്ട് ഇവർക്ക് 2 പേർക്കും ഓരോരോ ഉമ്മ കൊടുക്കണം. അത് ആ മൈനർ സ്കെയിലിൽ ശ്രീജിഷ് പാടിയ ആ ഒരു ഫീൽ, അതിന് ശ്രീജിഷ് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ചരണത്തിൽ അക്ബർ പാടിയ ഡിസെൻഡിങ്ങിലെ ഒരു തിങ്സ് ഇല്ലേ, ഒരു ഇറക്കം, അതിന് നിനക്ക് 2 പട്ടാളക്കാർക്കും ഒരു സലാം. നിങ്ങൾ കാണാനുണ്ട് കേട്ടോ, 2 പേരും പട്ടാളക്കാരെ പോലെ തന്നെ ഉണ്ട്. കാരണം ഹൈറ്റും വെയിറ്റും അടിപൊളി.
പാട്ട് അസലായിട്ട് പാടി രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. തെറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, വേർഡ്സ് ടോട്ടലി നല്ല കളറായിരുന്നു പാടിയത്, അടിപൊളിയായിരുന്നു. പിന്നെ അക്ബർ ഒരു പൊട്ടിക്ക് ഫീല് നന്നായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് പാടി, ഫീല് ചില ഏരിയയിൽ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ തമാശ അടിച്ചതാണ്, നിങ്ങളെ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ റെസ്പെക്റ്റ് തോന്നുന്നു ആദ്യമായിട്ടൊന്ന്. പക്ഷെ ശരിക്കും റെസ്പെക്റ്റ് ഉണ്ട് ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട് പാടിയത്. അസലായി പാടി. അസൽ എന്ന് വെച്ചാൽ അതിൻ്റെ ആ മീനിങ്ങും എസ്പെഷ്യലി ആ സെക്കൻഡ് പോർഷൻ തൊട്ടുള്ള രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് തന്നെയാണ് പാടിയത്. കുറച്ച് തെറ്റുകൾ അങ്ങിങ്ങോണ്ട്, പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. അക്ബറെ സുജേഷ് പൊളിച്ചടയ്ക്കുന്നില്ല, രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. ആ ഒരു കംപ്ലീറ്റ് ഒരു സോങ് ട്രാവൽ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് പല വികാരങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നമുക്ക് ഒരിടത്ത് അക്ബർ തെറ്റിക്കുമ്പോൾ അയ്യോ അക്ബർ തെറ്റില്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും സുജേഷ് അപ്പോൾ തന്നെ ഒരു തെറ്റ് വന്നു. അപ്പോൾ എനിക്ക് എന്തോ ദേഷ്യം തെറ്റിച്ചപ്പോ ആ ഞാനതാ ഇവ തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഞാനെങ്ങനെ നിൽക്കുമ്പോ അപ്പൊ ഞാൻ എന്റെ പറഞ്ഞതല്ലേ. അതാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ. ഇപ്പോൾ ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ ഇങ്ങനൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെന്റിൽ ഇങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മൂലമാണ് അവൻ തെറ്റിക്കുമ്പോൾ ഞാനും അറിയാതെ തെറ്റിപ്പോകുന്നൊരു അവരുടെ മുന്നിലൊരു ബോണ്ടിങ് അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ബോണ്ടിങ് ഹാറ്റ്സ് ഓഫ്. किसी के गजरे ने किसी के गजरे ने महकती सुबहों ने मचलती शामों ने. ഒരു കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് പറയേണ്ടത്, നിങ്ങൾ തമ്മിൽ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഈ പാട്ടിന് കളറേ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ പാട്ടിനെ ഇപ്പം ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ, വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. कि तुम आओगे कि तुम बिन ये दिल सूना सूना है. ഈ ഡുവറ്റ് ചാലഞ്ച് റൗണ്ടിലെ ഇവിടെ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്സിലേക്ക് പോവാം. ആദ്യം ശ്രീജിഷിന്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. 97.5 ആണ് ശ്രീജിഷിന്റെ ഈ പെർഫോമൻസിന് കിട്ടിയ മാർക്ക്. പാപ്പ ഡൺ. അടുത്ത മാർക്ക് കൂടി വരട്ടെ. ഓക്കെ അക്ബറെ, നമുക്ക് ടോട്ടൽ മാർക്സിലേക്ക് പോവാം. സോളോ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 99. ശ്രീജിഷിനോ? 98. ഇപ്പം നമ്മുടെ ഡുവറ്റ് ചലഞ്ച് റൗണ്ട് അറിയാമല്ലോ. ടോട്ടൽ മാർക്സ് വരുമ്പോൾ 97.5-ൽ അക്ബറിന് 97.5-നേക്കാളും കൂടുതലാണെങ്കിൽ ശ്രീജിഷ് ബാക്ക് ടു 0. അതല്ല, അക്ബറിന് 97.5-നേക്കാൾ കുറവാണെങ്കിൽ അക്ബർ ബാക്ക് ടു 0. ലെറ്റ്സ് സീ അക്ബറെ. സോ ഈ ഡുവറ്റ് ചലഞ്ച് റൗണ്ടിൽ അക്ബർ ഖാന്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. 98 ആണ് അക്ബറിന് കിട്ടിയ മാർക്ക്. 97.5, 98. അടി പാപ്പ അപ്പീൽ. പാപ്പന് അപ്പീലിനുള്ള ചാൻസ് ഉണ്ട് പാപ്പ. യെസ്, എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും ഈക്വൽ സിംഗിങ് ആയിരുന്നു. ഈ അടി ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. Come on, Papa! It's an appeal. ഒരു ഡുവറ്റ് ചലഞ്ച് റൗണ്ടിൽ അപ്പീൽ വരുമ്പോൾ കുറച്ചുകൂടെ രസമാണ്. പാപ്പൻ വിയോജിച്ചിട്ടുണ്ട് 97.5 എന്ന മാർക്കിനോട്. പാപ്പൻ യോജിക്കുന്നില്ല. വൈ? എൻ്റെ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരുന്നു. അത് ഓഫ് കോഴ്സ് ഇത് കൂടെ ഇരിക്കുന്ന രണ്ടുപേരും അത് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഗ്രാൻഡ് ജൂറി,
ഓക്കെ, ഗ്രാൻഡ് ജൂറി ഡൺ. അപ്പോൾ ഈ ഡുവറ്റ് ചലഞ്ച് റൗണ്ടിൽ രണ്ടുപേരുടെയും മാർക്ക് ഇട്ടപ്പോൾ അക്ബറിന് 98ഉം ശ്രീജിഷിന് 97.5 ആണ്. ആ മാർക്കിനോട് നമ്മുടെ പാപ്പൻ യോജിക്കാത്തതുകൊണ്ട് അപ്പീൽ പോയി. നമ്മുടെ ഗ്രാൻഡ് ജൂറി അതൊന്നുകൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവർ ഡിസ്കസ് ചെയ്ത് മാർക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് റിവീൽ ചെയ്യുമ്പോൾ 98-നേക്കാളിലും കൂടുതലാണെങ്കിൽ, അതായത് 97.5-ൽ നിന്നും 98.5 വരികയാണെങ്കിൽ അക്ബർ ഖാൻ ബാക്ക് ടു 0 ആൻഡ് ഗോപിച്ചേട്ട നോ അപ്പീൽ. അടിവാപ്പ അപ്പീൽ. അതെന്താ എനിക്ക് അപ്പീലില്ലാതെ? ഡുവറ്റ് റൗണ്ടില്, ഡുവറ്റ് ചലഞ്ച് റൗണ്ടില് അറ്റ് എ ടൈം ഒറ്റ അപ്പീൽ മാത്രമേ ഉള്ളൂ. ഇത് എന്നോട് ആദ്യം പറഞ്ഞിട്ടില്ല. അക്ബറിന് 98, ശ്രീജിഷിന് 97.5. അപ്പീലിന് ശേഷം ശ്രീജിഷിന്റെ ടോട്ടൽ മാർക്സ് അറിയാൻ പോവാണ്. ശ്രീജിഷിന് 98.5 ആണെങ്കിൽ അക്ബർ യു വിൽ ബി ബാക്ക് ടു 0 മാൻ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ശ്രീജിഷിന്റെ റിവൈസ്ഡ് മാർക്സ് ഔട്ട് ഓഫ് 100. हमें तड़पाते हैं तो चिट्ठी आती है, वो पूछे जाती है कि घर कब आओगे, कि घर कब आओ. അക്ബറിന്റെയും ശ്രീജിഷിന്റെയും പെർഫോമൻസ് അവസാനിക്കുമ്പോൾ അക്ബർ 3-ാം സ്ഥാനത്ത് നിന്ന് 4-ാം സ്ഥാനത്തേക്കും ശ്രീജിഷ് 4-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നു.